ഗൾഫ് സൗദി ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വിനോദസഞ്ചാരത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന സൗദി അറേബ്യയിൽ ഫാഷൻ ഷോകളും അനുബന്ധ പരിപാടികളും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ സംഘാടകർക്ക് അധികൃതരുടെ നിർദ്ദേശങ്ങൾ. രാജ്യത്തിന്റെ സാംസ്കാരിക മാനദണ്ഡങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസൃതമായി മാത്രമേ ഫാഷൻ ഷോകളും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പരിപാടികളും സംഘടിപ്പിക്കാവൂ എന്ന് അധികൃതർ നിർദ്ദേശം നൽകി. ഈ വ്യവസ്ഥകൾ പാലിക്കുന്നവർക്ക് മാത്രമേ പരിപാടി നടത്താൻ അനുമതി ലഭിക്കൂ എന്നും അധികൃതർ വ്യക്തമാക്കി. ഫാഷൻ ഷോകളിൽ പങ്കെടുക്കുന്ന മോഡലുകൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ അവരുടെ ശരീരഭാഗങ്ങൾ അമിതമായി വെളിപ്പെടുത്താത്ത രീതിയിലുള്ളതായിരിക്കണമെന്നതാണ് വ്യവസ്ഥകളിലൊന്ന്. പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാടിന് അനുസൃതമായിരിക്കണം അവ. വസ്ത്രധാരണത്തിൽ അവരുടെ വികാരത്തെ മാനിക്കണമെന്നും സൗദി ഫാഷൻ കമ്മീഷൻ അറിയിച്ചു. ഇതിനു പുറമെ പൊതുസമൂഹത്തിന്റെ അഭിരുചിക്ക് നിരക്കാത്ത രീതിയിലുള്ള ചിത്രങ്ങളോ രൂപങ്ങളോ അടയാളങ്ങളോ ഉൾക്കൊള്ളുന്ന വസ്ത്രങ്ങൾ ഷോയിൽ പങ്കെടുക്കുന്നവർ ധരിക്കരുതെന്ന നിർദ്ദേശവുമുണ്ട്. കേരളത്തിൽ കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ കേരളത്തിലുള്ള UAE പൗരന്മാരോട് ജാഗ്രത പാലിക്കാൻ ഇന്ത്യയിലെ UAE നയതന്ത്ര കാര്യാലയത്തിന്റെ അറിയിപ്പ്. താഴ്വാരങ്ങളും വെള്ളച്ചാട്ടങ്ങളും സന്ദർശിക്കാൻ കേരളത്തിലേക്ക് പോയ UAE പൗരന്മാർ യാത്ര ഒഴിവാക്കണം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പാണ് എത്തിയിരിക്കുന്നത്. കേരളത്തിലുള്ള UAE കോൺസുലേറ്റ് ജനറൽ സാമൂഹിക മാധ്യമത്തിലൂടെയാണ് പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയത്. അധികൃതർ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിച്ചിരിക്കണം. ദുബൈയിൽ അവധിയാണ്. സ്കൂൾ വെക്കേഷൻ സമയമായതിനാൽ പൗരന്മാർ എല്ലാവരും തന്നെ യാത്രയിലാണ്. ഉയർന്ന സ്ഥലങ്ങളും താഴ്വരകളും വെള്ളച്ചാട്ടങ്ങളും കാണാൻ വേണ്ടി ഈ സമയങ്ങളിൽ പലരും യാത്ര പോകാറുണ്ട്. അത്തരത്തിലേക്ക് കേരളത്തിലേക്ക് യാത്രയ്ക്കായി എത്തിയവർ ജാഗ്രത പാലിക്കണം എന്നാണ് അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ പൗരന്മാർക്കായി പ്രത്യേക ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ ബന്ധപ്പെടാം. കുവൈറ്റിൽ ട്രാഫിക് നിയമ ലംഘനങ്ങൾക്കുള്ള പിഴ പല മടങ്ങ് വർദ്ധിക്കും. രാജ്യത്തെ റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തയ്യാറാക്കുന്ന പുതിയ ട്രാഫിക് നിയമത്തിന്റെ ഭാഗമായാണിത്. പുതിയ നിയമ ഭേദഗതി അന്തിമഘട്ടത്തിലാണെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ സെക്യൂരിറ്റി മീഡിയ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ അറിയിച്ചു. ട്രാഫിക് സിഗ്നലുകളിലെ റെഡ് ലൈറ്റ് ക്രോസ് ചെയ്യുന്നത് പോലെയുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള പിഴകൾ പല മടങ്ങായി വർദ്ധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. നിലവിൽ 50 ദിനാറാണ് റെഡ് സിഗ്നൽ ലംഘിച്ച് വാഹനം ഓടിച്ചാലുള്ള പിഴ. എന്നാൽ പുതിയ നിയമത്തിൽ ഇത് 150 ദിനാറായി ഉയർത്തും. കൂടാതെ അശ്രദ്ധമായി വാഹനം ഓടിച്ചാലുള്ള പിഴ നിലവിലെ 30 നിന്നും 150 ദിനാറാക്കും. ഇത്തരം കേസുകളിൽ വാഹനം കണ്ടുകെട്ടുന്നതുൾപ്പെടെയുള്ള ശിക്ഷാ നടപടികളും ഉൾക്കൊള്ളുന്നതായിരിക്കും പുതിയ നിയമമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കേരളത്തെ നടുക്കിയ വയനാട് ഉരുൾപൊട്ടൽ അപകടത്തിൽ ഐക്യദാർഢ്യവുമായി ഒമാൻ. സംഭവത്തിൽ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താനിക് അനുശോചനം അറിയിച്ചു. പ്രകൃതി ദുരന്തത്തിൽ ഇരയായവർക്കും അവരുടെ കുടുംബങ്ങൾക്കും അഗാധമായ അനുശോചനം രേഖപ്പെടുത്തി സുൽത്താൻ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് കേബിൾ സന്ദേശം അയച്ചു. മുണ്ടക്കൈ, ചൂരൽമല എന്നിവിടങ്ങളിൽ നടന്ന ഉരുൾപൊട്ടലിൽ 297 പേർ മരിച്ചതായാണ് അനൗദ്യോഗിക കണക്ക്. മരണസംഖ്യ ഇനിയും ഉയരാം. 191 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. മേഖലയിൽ സൈന്യവും ദുരന്ത നിവാരണ സേനയും അഗ്നിശമന സേനയും പോലീസും സന്നദ്ധ പ്രവർത്തകരും തിരച്ചിൽ തുടരുകയാണ്. ഒമാനിൽ നിന്നടക്കമുള്ള പ്രവാസികളും ഈ യജ്ഞത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. മരിച്ചവരിൽ 100-നടുത്ത് ആളുകളെ തിരിച്ചറിഞ്ഞു. കൂറ്റൻ പാറക്കല്ലുകൾക്കിടയിലും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലും ചളിയിലും നിരവധി പേരുടെ മൃതദേഹങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. അതേസമയം ദുരന്തബാധിത മേഖലയിൽ നിന്നും രക്ഷപ്പെടുത്തിയവരെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലായാണ് പാർപ്പിച്ചിരിക്കുന്നത്. 7000-ഓളം പേരാണ് വിവിധ ക്യാമ്പുകളിൽ കഴിയുന്നത്. മേപ്പാടിയിലെ 8 ക്യാമ്പുകളിൽ മാത്രം 1000-ലധികം പേരുണ്ട്. മേഖലയിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ലബനനിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങാൻ ഒമാൻ പൗരന്മാരോട് ആവശ്യപ്പെട്ടു. വരും ദിവസങ്ങളിൽ ലബനനിലേക്ക് യാത്ര ചെയ്യരുതെന്നും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. ഒമാനി പൗരന്മാരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനുള്ള മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ് ഇക്കാര്യങ്ങൾ നൽകിയിരിക്കുന്നത്. അടിയന്തര സാഹചര്യമുണ്ടായാൽ ബെയ്റൂത്തിലെ ഒമാൻ എംബസിയുടെ പ്രത്യേക നമ്പറുകളിൽ ബന്ധപ്പെടാമെന്നും പൗരന്മാരോട് ഒമാൻ വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. സലാലയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം ദിവസം തോറും വർദ്ധിക്കുന്നു. ഖരീഫ് സീസണിൽ സലാലയിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന നിരവധി കാഴ്ചകളുണ്ട്. അധികൃതർ സന്ദർശകർക്കായി കൂടുതൽ അവസരങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ സലാലയിലെ പൊതുഗതാഗത സംവിധാനം പര്യാപ്തമല്ലെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്.
പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഏറെ ദൂരത്തായി കിടക്കുന്നതിനാൽ സ്വന്തമായി വാഹനങ്ങളുള്ളവർക്ക് മാത്രമാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തിപ്പെടാൻ സാധിക്കുക. ഇത് വിദേശ രാജ്യങ്ങളിൽ നിന്നും വിമാനങ്ങളിലും മറ്റും എത്തുന്ന സ്വന്തമായി വാഹനമില്ലാത്തവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതിനാൽ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഖരീഫ് സീസണിലെങ്കിലും പൊതുഗതാഗത സംവിധാനം ഒരുക്കണമെന്നാണ് വിനോദസഞ്ചാരികൾ അഭിപ്രായപ്പെടുന്നത്. പൊതുഗതാഗതം ശക്തിപ്പെടുത്തുന്നതോടെ റോഡിൽ അനുഭവപ്പെടുന്ന തിരക്കും കുറയും. നിലവിൽ ഓരോ കുടുംബവും ഒരു വാഹനം ഉപയോഗിക്കുന്നുണ്ട്. ബസ് സർവീസ് ആരംഭിക്കുന്നതോടെ 5-8 കുടുംബങ്ങൾക്ക് ഒരു വാഹനം മതിയാകും. ഇത് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും സഹായകമാണ്. അതോടൊപ്പം റോഡുകളുടെ നിലവാരം ഉയർത്തണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. പൊതുഗതാഗതം ശക്തിപ്പെടുത്തുന്നത് റോഡുകളിൽ വാഹനം കുറയ്ക്കാൻ സഹായിക്കും. ഇത് വാഹനങ്ങൾ പുറത്തുവിടുന്ന പുകമാലിന്യം കുറയ്ക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും സഹായകമാകും. ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി തലവൻ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിൽ ഒമാൻ അപലപിച്ചു. അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും കൈവരിക്കാനുള്ള ശ്രമങ്ങളെ തുരങ്കം വെക്കുമെന്നും ഒമാൻ വിശേഷിപ്പിച്ചു. ടെഹ്റാനിലുണ്ടായ ആക്രമണത്തിലാണ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതെന്ന് ഇറാൻ സൈന്യം അറിയിച്ചു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസക്ഷിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ഹനിയ. ചൊവ്വാഴ്ച നടന്ന ചടങ്ങിന് മുമ്പ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടാതെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖാനഇയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഹനിയ താമസിച്ച വീടിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നിലെ കൂടുതൽ വിവരങ്ങൾ ഇറാൻ പുറത്തുവിട്ടിട്ടില്ല. കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേലാണെന്ന് ഹമാസ് ആരോപിച്ചു. ഖത്തറിൽ താമസിച്ചാണ് ഹനിയ ഹമാസിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹനിയയുടെ മക്കളും പേരമക്കളും കൊല്ലപ്പെട്ടിരുന്നു. 2006 ഫലസ്തീൻ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. സൗദി അറേബ്യയിൽ ബൈക്ക് റൈഡർമാരുടെ നിയമലംഘനങ്ങൾക്കുള്ള പിഴകൾ സൗദി വ്യക്തമാക്കി. മദ്യപിച്ച് ബൈക്ക് ഓടിച്ചാൽ 10,000 റിയാൽ വരെ പിഴയും ഹെൽമെറ്റില്ലാതെ ബൈക്കിൽ യാത്ര ചെയ്താൽ 2,000 റിയാൽ വരെയും പിഴ ഈടാക്കുമെന്ന് സൗദിയുടെ പൊതുസുരക്ഷാ വിഭാഗം മോട്ടോർ സൈക്കിൾ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകി. റൈഡർമാർക്ക് മാത്രമല്ല മറ്റ് റോഡ് ഉപയോക്താക്കൾക്കും അപകടങ്ങൾ വരുത്തിവെക്കും എന്നതിനാലാണ് നിയമലംഘകർക്ക് ശക്തമായ ശിക്ഷാ നടപടികളുമായി അധികൃതർ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ബൈക്ക് യാത്രക്കാരുടെ ട്രാഫിക് നിയമലംഘനങ്ങൾ വിവിധ വിഭാഗങ്ങളായി തിരിച്ചാണ് വെവ്വേറെ പിഴകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിയമലംഘനങ്ങളുടെ കാറ്റഗറി 1-ൽ അനധികൃത സ്ഥലങ്ങളിൽ പാർക്കിംഗ്, സാധുവായ വാഹന ഇൻഷുറൻസ് ഇല്ലാത്തത് തുടങ്ങിയവയാണ് ഉൾപ്പെടുക. ഈ നിയമലംഘനങ്ങൾക്ക് 100 മുതൽ 150 റിയാൽ വരെ പിഴ ഈടാക്കും. ബൈക്ക് ടേൺ എടുക്കുമ്പോൾ സിഗ്നലുകൾ ഉപയോഗിക്കാതിരിക്കുക, ലൈസൻസില്ലാതെ വാഹനം ഓടിക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് 150 മുതൽ 300 റിയാൽ വരെയാണ് പിഴ. കാറ്റഗറി 2-ലാണ് ഈ നിയമലംഘനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാലഹരണപ്പെട്ട ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കുക, സുരക്ഷാ സീറ്റുകളുടെ തെറ്റായ ഉപയോഗം തുടങ്ങി നിയമലംഘനങ്ങൾക്ക് കാറ്റഗറി 3 പ്രകാരം 300 മുതൽ 500 റിയാൽ വരെയാണ് പിഴ.